Hi friends, welcome back to my channel. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രേറ്റ് ആൻഡ് ഓസം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കൊതുകിനെ ഇല്ലാണ്ടാക്കുക എന്നാണ്. അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രണ്ട് സാധനങ്ങളാണ് ആവശ്യം. ഒന്നാമത് വേണ്ടിയത് കർപ്പൂരമാണ്. കർപ്പൂരം ഇല്ലാത്തവർ പേടിക്കൊന്നും വേണ്ട. ഗ്രാമ്പൂവും ഒരു ചെറുനാരങ്ങയും ഉണ്ടെങ്കിലും നമുക്ക് കൊതുകിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ റെമഡി തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. വളരെ കുറച്ച് കർപ്പൂരമാണ് നമുക്കിതിനു വേണ്ടി ആവശ്യം. ഈ കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയ ബോട്ടിലിന് വെറും 45 രൂപ മാത്രമാണ് വില വരുന്നത്. എനിക്കിത് ഉപയോഗിച്ചപ്പോൾ വളരെയധികം വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റെമഡി നിങ്ങളടുത്തും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വിലയും വളരെ കുറവാണ്, ചിലവ് കുറഞ്ഞ ഒരു വിദ്യയും കൂടിയാണല്ലോ. അപ്പം ഈ റെമഡി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ അധികം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു 5-6 എണ്ണമാണ് നമ്മൾ ഈ റെമഡി തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു പഴയ ബോട്ടിലാണ്. നല്ലതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കൊതുകിനെ തുരത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റെമഡി ആണല്ലോ. അപ്പം നല്ല വീട്ടിലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളടുത്ത് കേട് വന്ന എന്തെങ്കിലും ബോട്ടിൽസോ കപ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഒരു ഗ്ലാസ് വെള്ളം, കപ്പിലേക്ക് വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 5-6 കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. 5-6 കർപ്പൂരം എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അത് നമുക്ക് ഇതിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാലും റിസൾട്ട് ഒന്ന് തന്നെയാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൊതുകുകൾ പെരുകാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുറ്റത്തൊക്കെ ചിരട്ട, കുപ്പി, പാത്രങ്ങളൊക്കെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ മഴവെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെള്ളങ്ങൾ കെട്ടി നിന്ന് അതിൽ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾ അങ്ങനെ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമഴ്ത്തിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒഴിവാക്കിയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം എവിടെയെങ്കിലുമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കട്ടിലിൻ്റെ ഉള്ളിലൊക്കെ ബാഗും പിന്നെ പത്രങ്ങളൊക്കെ കൂട്ടിയിടുന്ന ശീലമുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഇനി അടുത്ത റെമഡി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പുവാണ് ആവശ്യം, ഒരു 5-8 എണ്ണം മതി. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങ നമുക്ക് പകുതി മുറിച്ച് എടുക്കണം. അപ്പോൾ നമുക്കിത് പകുതി മുറിച്ചെടുക്കാം. ഇത് മുറിച്ചതിന് ശേഷം ഈ ചെറുനാരങ്ങ 2 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയുടെ ഒരു ഭാഗത്തിലാണ് ഞാൻ ഇവിടെ ഈ റെമഡി ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചെറുനാരങ്ങയിലേക്ക് ഗ്രാമ്പു ഓരോന്നോരോന്നായിട്ട് കുത്തിവെക്കാം. ഈ ഗ്രാമ്പു ഇതിലേക്ക് കുത്തിവെക്കും. ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് കുത്തിവെക്കുക. ഒരു 5-8 ഗ്രാമ്പ് മതിയാവും. ചുറ്റിലും കുത്തിവെക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താ കൂടോത്രം ചെയ്യാണോ? ഇത് കൊതുകിനെ തുരത്താനുള്ളൊരു കൂടോത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കൊതുകിനെ
പെട്ടെന്ന് തന്നെ ഓടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് വേറെ സിനിമകളിൽ നിങ്ങൾ കാണുന്നില്ലേ കൂടോത്രം, ആ കൂടോത്രമല്ല കേട്ടോ, ഇത് കൊതുക് കൂടോത്രമാണ്. ഇത് ഇങ്ങനെ കുത്തിവെച്ചതിന് ശേഷം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജാലകം ഉണ്ടാവുമല്ലോ, ജാലകത്തിൻ്റെ 2 സൈഡുകളിലായിട്ട്, ഒരു ജാലകത്തിൻ്റെ 2 സൈഡുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം 2 ഭാഗത്തായിട്ടുണ്ടെങ്കിൽ ആ 2 ഭാഗത്തും 2 ചെറുനാരങ്ങ എടുത്ത് ഇങ്ങനെ ഹാഫാക്കിയതിന് ശേഷം ഒരു ജാലകത്തിൻ്റെ 2 സൈഡിലും അപ്പുറത്തെ ജാലകത്തിൻ്റെ 2 സൈഡിലും അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ വയ്ക്കേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ 2 സൈഡിലായിട്ട് കൊണ്ടുവച്ചാൽ മതി. ഇത് ഈ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് കൊതുകുകൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ കൊതുകുകൾ ഇതിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് കാരണം മയങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കൊതുകുകളുടെ ശല്യം ഇല്ലാണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും ജാലകങ്ങളും വാതിലുകളൊക്കെ അടച്ചിടും. കൊതുകിന് അകത്തേക്ക് വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഇത് രണ്ടും ഒരുപോലെ ഉപകാരപ്രദമാണ്. രണ്ടിൻ്റെയും റിസൾട്ട് ഒരുപോലെയാണ്. ഏത് യൂസ് ചെയ്താലും ഒരുപോലെയുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഈ കർപ്പൂരമോ അല്ലെങ്കിൽ ഈ ചെറുനാരങ്ങയാണ് നിങ്ങൾക്ക് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ മാറ്റം കിട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു റെമഡി യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും happy, stay healthy, stay strong, stay tuned for great and awesome tips. Okay, bye.